ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റായിട്ടുള്ള നാടൻ ബീഫ് കറിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അത് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. പൊറോട്ട കൂട്ടി കഴിക്കാനൊരാഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി ചാറോട് കൂട്ടി ഉണ്ടാക്കിയത്. അതിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ കുറച്ച് ലിവറ്, കുറച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള എല്ലിൻ്റെ പീസ്, നെയ്യ്, ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ പണ്ടത്തെ കാലത്ത് ഇറച്ചി മേടിക്കില്ലേ, അപ്പോൾ കിട്ടുന്ന പോലെ ഒരു കൂട്ടാണത്. അതുപോലെ ആണ് ഇന്ന് മേടിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ഇഞ്ചി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ നല്ലോണം തിരുമ്മി ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ചാറ് വേണ്ടതുകൊണ്ടാണ് അത്രയും വെള്ളം ഒഴിക്കണേ. പിന്നെ ബീഫിൽ നിന്ന് വെള്ളം ഉണ്ടാവും. അങ്ങനെ അത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് പെരുംജീരകവും, കുറച്ച് മുഴുവൻ കുരുമുളകും, ഒരു പീസ് ഇഞ്ചി, ഒരു മുഴുവൻ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, ഒരു 2 സബോള അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 ചുവന്നുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്, ചെറിയ ഉള്ളി. അതും കൂടെ ചേർത്ത് ഇതെല്ലാം നല്ലോണം മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടെ നല്ലോണം മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമുക്കൊരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി കുക്കർ തുറന്ന് ആ ഗ്രേവിയിലേക്ക് നമ്മുടെ ഈ മസാല ചേർത്ത് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക. നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബീഫ് കറി റെഡി ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കണം, കമൻ്റ് അറിയിക്കണം.